കോഴിക്കോട് കല്ലുത്താങ്കടവ് എന്ന് പറയുന്ന ആ ഭാഗത്തുണ്ടോ നമ്മുടെ പുറകിൽ കാണുന്നല്ലേ ഒരു വലിയ ബിൽഡിങ്. ഇത് കോഴിക്കോട്ടെ ന്യൂ പാളയം എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ്. ഒരു പാളയം മാർക്കറ്റ് ഉണ്ട് കോഴിക്കോട്. അപ്പം ആ പാളയം മാർക്കറ്റ് മുഴുവനായിട്ട് ഇങ്ങോട്ട് മാറ്റാൻ പോകും. അപ്പം അതിനു വേണ്ടി കോഴിക്കോട് കല്ലുത്താങ്കടവ് ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇതാണ് ന്യൂ പാളയം മാർക്കറ്റിൻ്റെ മുൻവശം. ഇവിടെ ശരിക്കും പാളയം മാർക്കറ്റിനെ പോലെ ആളുകൾ എപ്പോഴും പാസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് എന്താ ഉള്ളത്, ഈ കോൺട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ണാശുപത്രി ഉണ്ട്, പിന്നെ ഒരു ജയിലുണ്ട്. അതപ്പോൾ കാര്യമായിട്ട് ഇതാണ് കോഴിക്കോട് പാളയം മാർക്കറ്റ്. കോഴിക്കോടിൻ്റെ വാണിജ്യ വ്യാപാര കേന്ദ്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഈ പാളയം മാർക്കറ്റ്. ആളുകൾക്കൊക്കെ വൈകാരികമായി ഒരു അടുപ്പുള്ള സ്ഥലമുണ്ടോ. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പാളയം മാർക്കറ്റ്. നമ്മൾ ഇതിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കാണാം നല്ല വ്യത്യസ്തങ്ങളായ ഫ്രൂട്ട്സൊക്കെ ഈ മാർക്കറ്റിൻ്റെ രണ്ട് വശത്തായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് കാണാം. അധികവും ഈ വൃദ്ധരായ ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. മാത്രമല്ല എപ്പോഴും നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്ന ഒരു വലിയൊരു ഏരിയയാണ് ഈ പാളയം മാർക്കറ്റിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ. അടുത്ത് റെയിൽവേ സ്റ്റേഷനും അതുപോലെ ബീച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു പാളയം മാർക്കറ്റ് അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഈ ഭാഗത്തുണ്ട്, പാളയം ബസ് സ്റ്റാൻഡ്. അവിടെ നിന്നൊക്കെ പല ഭാഗങ്ങളിലേക്കായിട്ടൊക്കെ ബസ് സർവീസൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റാണ് കല്ലുത്താങ്കടവിൽ നമ്മൾ കണ്ട ഈ ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നത് കേട്ടോ. 100-300 കട റൂമുകളുണ്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ. ഒരു വലിയ സെറ്റപ്പിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ആ പാളയം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് ഈ ഒരു ഏരിയ മാറാൻ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം.